ശബരിമല യുവതി പ്രവേശനത്തിൽ യു ടേൺ അടിച്ച് സർക്കാർ. വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ആചാര സംരക്ഷണത്തിന് അനുകൂല നിലപാടെടുക്കും. ഘടകകക്ഷികളുമായി ചർച്ച നടത്തും. നാളെ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കാനും നീക്കം. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ ഇടഞ്ഞ കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. കണ്ണൂരിലേക്ക് മടങ്ങിയ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. സ്ഥാനാർത്ഥിത്വത്തിനായി പരസ്യ നീക്കവുമായി സുധാകർ അനുകൂലികൾ. ഫേസ്ബുക്കിൽ വൈകാരിക കുറിപ്പുമായി സുധാകരൻ. ജി സുധാകരനോട് അനുനയത്തിൽ CPM. ഒരുമിച്ച് പോകണമെന്ന് MA ബേബി. പ്രകോപനം പാടില്ലെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം. ആലപ്പുഴയിൽ സുധാകരന്റെ വീടിന് പോലീസ് കാവൽ. പരസ്യ നീക്കം ആരംഭിച്ച് കോൺഗ്രസിലെ സീറ്റ് മോഹികൾ. തൃക്കാക്കര സീറ്റിനായി ദീപ്തി മേരി വർഗീസിന്റെ സമ്മർദ്ദം. നേതൃത്വം പരിഗണിക്കുമെന്ന പ്രതീക്ഷ ദീപ്തി. അടൂരിൽ സ്ഥാനാർത്ഥിത്വം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ മുൻ നഗരസഭാ ചെയർമാൻ രാജിവെച്ചു. റാന്നിയിൽ KC വേണുഗോപാൽ അനുകൂലിക്ക് സീറ്റ് നൽകിയതിൽ തർക്കം. ആലുവയിൽ AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം പരിശോധിക്കുന്നു. അങ്കമാലി സീറ്റ് ഏറ്റെടുക്കും. സാജു പോൾ മത്സരിക്കും. CPM സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കും. രണ്ട് ദിവസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. കേരളത്തിൽ പരമാവധി പോളിംഗ് ഉയർത്തൽ ലക്ഷ്യമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഉടനെന്ന് യു രത്തൻ കേൽക്കർ. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം രൂക്ഷം. ഹോട്ടലുകൾ അടയ്ക്കുന്നു. വിറകിന് വൻ ഡിമാൻഡ്. പാചകവാതകത്തിന് ബദൽ നിർദ്ദേശവുമായി കേന്ദ്രം. മണ്ണെണ്ണയും കൽക്കരിയും ഉപയോഗിക്കാൻ വാണിജ്യ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം. രാജ്യവ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ. പശ്ചിമേഷ്യയിൽ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. വടക്കൻ ഇസ്രായേലി നഗരത്തിലേക്ക് മിസൈൽ ആക്രമണം. നിരവധി പേർക്ക് പരുക്ക്. തുർക്കിയിലെ നാറ്റോ സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ. ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് അമേരിക്കയ്ക്ക് നേട്ടമെന്ന് ട്രംപ്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഗുരുതര ആരോപണവുമായി SIT. താന്ത്രിക വൃത്തിക്ക് ചേരാത്ത തെളിവുകൾ തന്ത്രിയുടെ ഫോണിൽ നിന്നും കണ്ടെത്തി. കർണാടകയിലെ പല ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം ഉപയോഗിച്ച്. ഇരുവർക്കുമെതിരെ ശബ്ദ സന്ദേശങ്ങൾ തെളിവുണ്ടെന്നും ഹൈക്കോടതിയിൽ SIT. ആർത്തവ അവധി നിർബന്ധമാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. അവധി നിർബന്ധമാക്കുന്നത് സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ ബാധിക്കും. പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ വെള്ളാപ്പള്ളി. നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു. കോടതി വിധി സാങ്കേതിക കാര്യങ്ങൾ പരിഗണിച്ചെന്ന് വാദം.